CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് വെളിപ്പെടുത്തലുണ്ടായത്. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പം നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പോൾ എല്ലാം DC ഓഫീസിൽ ഞങ്ങൾ പൊട്ടിച്ചത് ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായത്? അതൊക്കെ തെറ്റായ കാര്യം. NGO യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന പറയുന്നത് രാഷ്ട്രീയമില്ല, നിങ്ങളുടെ സംഘടനയില്ല, ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ത് കാര്യം എൻ്റെ പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിൻ്റെ, ഞാനാണ് സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഇട്ടു. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. തപാൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയൻകാർ വേറെ ആളുകൾക്ക് ചെയ്യരുത്. കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിക്കായി മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചു പരിശോധിച്ച് ഞങ്ങൾ തിരുത്തി. 15% പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു. ഇനി എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് വക്കം പുരുഷോത്തമന് എതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത്. യൂണിയനിലെ മിക്കവർക്കും ദേവദാസിനെ അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അത്തരമൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.